ഡിയേഴ്സ്, അപ്പൊ നമ്മൾ സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിനെ പറ്റിയിട്ട്. സോ എന്താണ് അതിന്റെ ഇക്വേഷൻ, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾക്ക് ആ ഇക്വേഷൻ എന്താണ് വരുന്നത്, എസ് കെ എന്നാണ് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ആൻഡ് ഇനി ഓരോ വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് സ്ക്യൂനെസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ എസ് കെന്റെ വാല്യൂ നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് പോസിറ്റീവ് സ്ക്യൂനെസ് ആയിരിക്കും. അതേപോലെ തന്നെ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് നെഗറ്റീവ് സ്ക്യൂനെസ് ആയിരിക്കും. ആൻഡ് അത് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സിമെട്രിക് ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂസ് വെച്ചിട്ട് ഏത് ടൈപ്പ് സ്ക്യൂനെസ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ സിമെട്രിക് ആണ് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് 2 ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കുകളാണ് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന 2 ക്ലാസ്സിന്റെയും. ഓരോ ക്ലാസ്സിന്റെയും മോഡ് തന്നിട്ടുണ്ട്, മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഏത് ക്ലാസ് ആണ് കൂടുതൽ സ്ക്യൂനെസ് കാണിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, മീൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 3 ആൾക്കാരെ തന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് എന്നുള്ളത് ആദ്യം നമുക്ക് ഓർമ്മ വരണം. ആൻഡ് നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. സോ അതിന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, എസ് കെ ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പൊ കൂടെ നമ്മൾ ആ ഇക്വേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് നേരെ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഓരോ ക്ലാസ്സുകളുടെ ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ക്ലാസ് 1 ആണ് ഞാൻ ഇവിടെ ആദ്യം എടുക്കുന്നത്. ക്ലാസ് 1 ആണ് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലാസ് 1ന്റെ കേസിൽ നമ്മൾ എസ് കെ എന്ന് പറയുന്നത്, മീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് വരുന്നത്, 42 ആണ് വരുന്നത്. സോ എന്ത് വരും, 42 മൈനസ് മോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40 ആണ് വരുന്നത്. സോ മൈനസ് 40 ഡിവൈഡഡ് ബൈ നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 5 ആണ് വരുന്നത്. സോ ഡിവൈഡഡ് ബൈ 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 42 വരും. 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത് നമ്മൾ ക്ലാസ് 2ന്റെ കേസിലേക്ക് വരാം. ക്ലാസ് 2ന്റെ കേസിൽ നമ്മളുടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇവിടെ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 35 ആണ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 30 ആണ് വരുന്നത്. സോ മീൻ മൈനസ് മോഡ് എന്ന് പറയുമ്പോൾ 35 മൈനസ് 30 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, 4 ആണ്. സോ ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 35 മൈനസ് 30 5 എന്ന് കിട്ടും. 5/4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.25 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് 1 നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് 0.4 ആണ്. അതേപോലെ തന്നെ ക്ലാസ് 2ന്റെ കേസ് ആണെങ്കിലും അവിടെ നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് 1.25 ആണ്. സോ 2 ക്ലാസ്സും എന്താണ്, സ്ക്യൂഡ് ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാളും എന്താണ്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. പോസിറ്റീവ് സ്ക്യൂനെസ് ആണ് രണ്ടാൾക്കും കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് സ്ക്യൂനെസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ആരാണ് കൂടുതൽ സ്ക്യൂനെസ് കാണിക്കുന്നത്, ക്ലാസ് 1 ആണോ ക്ലാസ് 2 ആണോ? അതും നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. ഏറ്റവും വലിയ വാല്യൂ ആർക്കാണോ, ഗ്രേറ്റർ ദ വാല്യൂ ഗ്രേറ്റർ ദ സ്ക്യൂനെസ്. അതായത് ഇവിടെ വലിയ വാല്യൂ ആർക്കാണോ അവനാണ് കൂടുതൽ സ്ക്യൂനെസ് കാണിക്കുന്നത്. സോ ഗ്രേറ്റർ ദ വാല്യൂ, ഈ ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രേറ്റർ ദ വാല്യൂ ഗ്രേറ്റർ ദ സ്ക്യൂനെസ് അല്ലെങ്കിൽ മോർ ദ സ്ക്യൂനെസ്. അപ്പൊ ഇതിൽ ഏറ്റവും അധികം സ്ക്യൂനെസ് കാണിക്കുന്ന ആരാണ്, ക്ലാസ് 2 ആണ് ഏറ്റവും അധികം സ്ക്യൂനെസ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ക്ലാസ് 2 ഈസ് മോർ സ്ക്യൂഡ്. ക്ലാസ് 2 ഈസ് മോർ സ്ക്യൂഡ് എന്നാണ് ഫൈനലി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. സോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് നോക്കാം. ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഏത് ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ ഏതെങ്കിലും ഒരാളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാം. ആൻഡ് പിന്നെ എന്താണ്, ആ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക, എന്താണ് ആൻസർ കിട്ടുന്നത് നോക്കാം. ആൻഡ് അതിൽ നമ്മൾ ഈ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.